ഒരു വിശ്വാസിയായ മനുഷ്യൻ നന്നായിട്ട് പണിയെടുക്കണം. മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് വിശ്വാസി എന്ന് പറയില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സൃഷ്ടിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനത്തെ സൃഷ്ടിച്ചത് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അള്ളാഹുവിനെ എല്ലാവരും ഒരുമിച്ച് സ്വർഗത്ത് കൊണ്ടുപോയിരുന്നു, എല്ലാവരും ഒരുമിച്ച് നരകത്ത് കൊണ്ടുപോയിരുന്നു. അത് ചെയ്യാതെ മരണത്തെ സൃഷ്ടിച്ചു, ജീവിതത്തെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ആര് നന്നായി പണിയെടുക്കുന്നു, ആരതിനെ നന്നായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് അള്ളാഹു തആല പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനൊക്കെ പഠിച്ചത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹയാത്ത്, ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല നമുക്ക് നൽകിയത് ഒരു പരീക്ഷണമാണ്. സമ്പത്ത്, ആരോഗ്യം, അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, അവൻ്റെ ചുറ്റുപാട്, ഇതെല്ലാം പരീക്ഷണമാണ്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഒരു പാവപ്പെട്ടവനൊരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള പരീക്ഷണമാണ്. ഒരു ധനികനുണ്ട് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ്. നാട്ടിൽ പള്ളിയുണ്ട്, അതൊരു പരീക്ഷണമാണ്. നാട്ടിൽ മദ്രസ ഉണ്ട്, അതൊരു പരീക്ഷണമാണ്. നാട്ടിൽ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നടക്കുന്നുണ്ട്, അതും നമുക്കൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളിലെല്ലാം അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പണിയെടുക്കുന്നവൻ ആര്? അവിടെയാണ് വിജയികളെ തീരുമാനിക്കുന്നത്. ഈ പരീക്ഷണങ്ങളൊക്കെ സംവിധാനിച്ചതാർ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണല്ലോ. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടതകളും എല്ലാവരും സംവിധാനിച്ച അല്ലാഹു തആല തന്നെയാണ്. അല്ലാഹു തആലക്ക് ഇതൊന്നുമില്ലാത്ത വളരെ സഹിലായൊരു ലോകത്തെ സൃഷ്ടിക്കായിരുന്നു, ഹറാമുകളില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കായിരുന്നു. പക്ഷെ അല്ലാഹു തആല അങ്ങനെ ചെയ്തില്ല, സൃഷ്ടിച്ചു. എല്ലാ തിന്മകളെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അൽ ഖൈറു വശർറു, നന്മയും തിന്മയും എന്ന് പറയുന്നത് അത് എവിടെ നിന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ തിന്മകളെ സൃഷ്ടിച്ചു വെച്ചത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നമ്മൾ ആരെന്ത് ചെയ്യും, വിജയിക്കും എന്ന് കാണാനാണ്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയെ സൃഷ്ടിച്ചു വെച്ചത് നമ്മളെ മോശമാക്കാനല്ല. നമുക്കവിടെ ഇഖ്തിയാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പരീക്ഷ പേപ്പർ, ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് അതിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. ആ ക്വസ്റ്റ്യന് 3 ഓപ്ഷൻ കൊടുത്തു. 3 ഓപ്ഷൻ കൊടുത്ത ഉറപ്പാണ് അതിൽ ഒരെണ്ണം ശരി 2 തെറ്റെന്നുള്ളതാണ്. 3 ഓപ്ഷൻ കൊടുത്ത ഒരെണ്ണം ശരി 2 തെറ്റെന്നുള്ളത്. അതിൻ്റെ അർത്ഥം അതിൽ തെറ്റായ ഭാഗം ഉൾക്കൊള്ളിച്ചത് കൊണ്ട് ഈ പരീക്ഷ പേപ്പർ ഉണ്ടാക്കിയ ആള് തെറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല. ആ തെറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ നന്മയെ തിരഞ്ഞെടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ എക്സാം പാസ്സാണ്. ഇതുപോലെ തെറ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ നന്മയെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നീ നല്ലതിനെ തിരഞ്ഞെടുത്ത് നല്ലൊരു മനുഷ്യനായി. അങ്ങനെ വരുന്ന സമയത്ത് നീ നല്ലൊരു വിശ്വാസിയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകും. ആ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് എങ്ങനെയാണ് നമ്മൾ ശരി ഉത്തരത്തെ കണ്ടെത്തുന്നത്? എങ്ങനെയാണോ മിടുക്കനായൊരു കുട്ടി തൻ്റെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠനം നടത്തി ചോദ്യപേപ്പറിൽ നിന്ന് തെറ്റായ ഉത്തരവും ശരിയായ ഉത്തരവും കാണുന്ന സമയത്ത് അതിലെ ശരിയായ ഉത്തരത്തെ കണ്ടെത്തുന്നുവോ, അതുപോലെയാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിൽ നിന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള ജീവിതമാകുന്ന പാഠപുസ്തകത്തിൽ നിന്നുള്ള അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന തെറ്റായ ഉത്തരങ്ങളിൽ നിന്ന്, തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്ന് എപ്പോഴാണോ നന്മയെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സമയത്ത് ആ മനുഷ്യൻ വിജയികളിൽ ഉൾപ്പെടുന്നു. അല്ലാഹു തആല അതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മുടെ മുന്നിൽ തെറ്റായ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതും അല്ല തന്നെയല്ലേ പഠിച്ചേ, എന്തിനാ അല്ലത് പഠിച്ചെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഒരു തെറ്റ് നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് അല്ല തന്നെയല്ലേ ഇത് പഠിച്ചത്. ഒരു ഗ്ലാസ്സിൽ കള്ള് വെച്ചു, മറ്റൊരു ഗ്ലാസ്സിൽ രക്തം വെച്ചു, മറ്റൊരു ഗ്ലാസ്സിൽ നല്ല പച്ചവെള്ളം വെച്ചു. ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യും? അവിടെയാണ് ബുദ്ധിയുള്ളൊരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കള്ളാണോ ചൂസ് ചെയ്യുന്നത്? രക്തമാണോ ചൂസ് ചെയ്യുന്നത്? വെള്ളമാണോ ചൂസ് ചെയ്യുന്നത്? അവിടെയാണ് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ. അത് നന്നായി ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുക. ആകയാൽ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നടക്കും. ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ പരിപൂർണ്ണ വിശ്വാസിയായി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതുൻ ലിഉലിൽ അൽബാബ്.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു പ്രോസസ്, ഇതിലൊക്കെ ആയാത്തുൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല എന്തിനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? അല്ലാഹു എന്തിന് ആകാശങ്ങളെ സൃഷ്ടിച്ചു? അല്ലാഹു സുബ്ഹാനഹു തആല എന്തിന് രാപ്പകലുകളെ സൃഷ്ടിച്ചു? ഇതിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ധാരാളം എന്ന് വെച്ചാൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. ലോകം എത്രമാത്രം അത്ഭുതം നിറഞ്ഞതാണ് നമ്മുടെ ലോകം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എത്രമാത്രം അത്ഭുതം നിറഞ്ഞതാണ്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളുടെ സൃഷ്ടിപ്പിലോട്ടൊന്ന് നോക്കൂ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? ഒട്ടകങ്ങളിലേക്കൊന്ന് നോക്കൂ. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻക്കറിയാം, മരുഭൂമിയിലൂടെ കാറ്റടിച്ചാൽ ആ കാറ്റ് താങ്ങാൻ കഴിയോ? ഇല്ല, കണ്ണടച്ചു പോകും. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന് 3 കൺപോളാണ് കൊടുത്തത്, 3 ലെയറായിട്ടാണ് കൊടുത്തത്. മരുഭൂമിയിലുള്ള കാറ്റിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനറിയാം. ആഴ്ചകളോളം മാസങ്ങളോളം വെള്ളമില്ലാതെ സഞ്ചരിക്കാൻ ആ ജീവിക്കറിയാം. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാല് മരുഭൂമിയിലോട്ട് ആഴ്ന്നിറങ്ങിപ്പോകും. ആ സമയത്ത് പരന്ന ഒരു കാലിൻ്റെ പ്രതലമാണ് ആ ജീവിക്ക് അല്ലാഹു തആല കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ട്? അതിൽ ആഴ്ന്നിറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശം എങ്ങനെ ഉയർന്നു നിൽക്കുന്നത്? എങ്ങനെയാണ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്ര വിശാലമായ ആകാശം ഒരു തൂണില്ലാതെ ഒരു പില്ലറില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നാണോ? അല്ല, 7 ആകാശങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ബഹിരാകാശത്തോട്ട് ശാസ്ത്രലോകം നിരന്തരമായി യാത്രകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ആകാശങ്ങൾ ഇങ്ങനെ നിർത്തിയത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈൽ, രാത്രി എങ്ങനെയാണ് നമ്മൾ രാപ്പകലുകൾ മാറി മാറി മറിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും സമയം കടന്നു പോകും. നമ്മളോട് ചോദിക്കുന്നില്ല. നമ്മൾ ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും സമയം കടന്നു പോകുന്നു. നമ്മളോട് ചോദിക്കുന്നില്ല. നമ്മളറിയാതെ ഒരു ദിവസം നമ്മൾ കണ്ണാടിയിലോട്ട് ഇങ്ങനെ മുടി വാരാൻ വേണ്ടി, താടി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആദ്യമായി നമ്മുടെ ശരീരത്തിലൊരു നരച്ച മുടി കാണുന്നത്. അന്നാണ് നമ്മൾ ആലോചിക്കുന്നത്, ഓ, എനിക്കിത്ര വയസ്സായിട്ടുണ്ടല്ലേ. നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ നമ്മളിങ്ങനെ എന്തോ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പല്ലിനൊരു വേദന വരുന്നത്. നേരെ പോയി ഡോക്ടറെ കണ്ടപ്പോഴാണ് ആ പല്ലെടുത്ത് കളയണമെന്നായി. അഥവാ നമ്മൾ പതിയെ വാർദ്ധക്യത്തിലോട്ട് നടന്നെടുക്കുന്നു എന്ന് ചുരുക്കം. നമ്മളോട് ചോദിച്ചിട്ടാണോ? അല്ല. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി അനുസരിച്ച് മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലആയാത്തുൽ ലിഉലിൽ അൽബാബ്, ഇതിലൊക്കെ ചിന്തിക്കാനുണ്ട്, വളരെ ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചിന്തക്ക് നന്നായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുനിയാവിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ദുനിയാവിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ദുനിയാവിനെ വെടിഞ്ഞു പോകണമെന്നല്ല. ദുനിയാവിനെ വെടിയൽ പോസിബിൾ ആണോ? അല്ല, ദുനിയാവിനെ ഉപയോഗിക്കാൻ തന്നെ പഠിക്കണം. ദുനിയാവിനെ വെടിയൽ പോസിബിൾ ആണ് ആർക്ക്? അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക്. അവരങ്ങനെയാണ്. അവർക്ക് പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് ദുനിയാവ് വേണമെന്നൊന്നുമില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എത്ര മഹാന്മാക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ടൊരു മഹാൻ, കരിങ്കല്ലത്താണി ആ ഭാഗത്തിലൂടെ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നടന്നു പോകുന്നൊരു മഹാനുണ്ട്. പച്ചപ്പാപ്പ എന്ന് പറയാം. ഒരു പച്ച ഡ്രസ്സ് ഇട്ടിട്ട് വലിയൊരു താടിക്ക് വെച്ചൊരു മഹാൻ ഇങ്ങനെ നടന്നു പോകും. ദുനിയാവിനെ കുറിച്ചൊരു ചിന്തയില്ല. ഇന്ന് എവിടെ കിടക്കുക മൂപ്പർക്ക് പ്രശ്നമല്ല. ഇന്ന് എവിടുന്ന ഫുഡ് കിട്ടുക മൂപ്പർക്കൊരു പ്രശ്നമല്ല. ഇവരങ്ങനെ ദിക്റില്ല അങ്ങനെ നടന്നു പോകും. അങ്ങനെ എത്ര മഹാന്മാക്കൾ, എത്ര മസ്താന്മാർ, എത്ര ഔലിയാക്കളൊക്കെ ജീവിച്ചു പോയി. അവർക്ക് പിന്നെ ദുനിയാവ് പ്രശ്നമില്ല. അവരെല്ലാത്തും നമുക്ക് ദുനിയാവ് വളരെ പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത്. എന്ത്? ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നമുക്ക് ഈ ദുനിയാവ് പണിയെടുക്കാനുള്ളതാണ്. അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ പണിയെടുക്കണം. ബുദ്ധിപൂർണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും വേണം? അത് ഉപയോഗിക്കുകയും വേണം.